നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ വീണ്ടും കാട്ടാനാക്രമണത്തിൽ ഒരു മരണം. പെരുവന്താനം മതമ്പയിൽ കാട്ടാന ചവിട്ടിക്കൊന്നത് ടാപ്പിംഗ് തൊഴിലാളിയെ. മരിച്ചത് കാഞ്ഞിരപ്പള്ളി സ്വദേശി പുരുഷോത്തമൻ. ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പഴുതാര. സിഇടിയിൽ പ്രിൻസിപ്പലിനെ ഉപരോധിച്ച് വിദ്യാർത്ഥിനികൾ. ഹോസ്റ്റൽ മുറികൾ തകർച്ചയുടെ വക്കിലെന്നും ആരോപണം. പരിഹാരമുടനെന്ന് പ്രിൻസിപ്പലിന്റെ ഉറപ്പ്. പാറശാലയിൽ ലോ കോളേജിൽ സീലിംഗ് തകർന്നു വീണു. അപകടം ക്ലാസ് നടക്കുന്നതിനിടെ. സംഭവം CSI മാനേജ്മെന്റിന് കീഴിലുള്ള കോളേജിൽ. ആളപായമില്ല. ഷാർജയിൽ മരിച്ച അതുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. തൂങ്ങി മരണമെന്ന ഫോറൻസിക് പരിശോധനാ ഫലം. റീപോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് കുടുംബം. മരണകാരണം ഭർത്താവിന്റെ പീഡനമെന്ന് അച്ഛൻ. കൊല്ലത്ത് KSRTC ബസ്സിൽ യാത്രക്കാരന്റെ നഗ്നതാ പ്രദർശനം. ദൃശ്യങ്ങൾ പകർത്തി യുവതി. കണ്ണൂർ പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം. മർദ്ദനം പാസില്ലാത്തതിനാൽ വിദ്യാർത്ഥിനിയെ ഇറക്കിവിട്ടെന്ന് ആരോപിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ DCC അംഗം അനന്തപുരി മണികണ്ഠൻ അറസ്റ്റിൽ. നടപടി തിരുവനന്തപുരത്ത് വീടും വസ്തുവും ഉടമയറിയാതെ വിറ്റ കേസിൽ. അറസ്റ്റിന് പിന്നാലെ പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണത്തിൽ മരണം. പെരുവന്താനം മതമ്പയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കാഞ്ഞിരപ്പള്ളി സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത്. സാഗർ വിവരങ്ങൾ നൽകും. സാഗർ, വീണ്ടും ഇടുക്കിയിൽ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിദാരുണമായ വാർത്ത. ഇതെപ്പോഴായിരുന്നു? ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഇന്ന് രാവിലെയോടെയാണ് ഇടുക്കിയിൽ ഇത്തരത്തിൽ വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊടിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇടുക്കിയിൽ ഒട്ടേറെ ആളുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ പൊടിഞ്ഞവരായിട്ടുള്ളത്. ഇക്കഴിഞ്ഞ അടുത്ത് തന്നെ പീരുമേട് സീത എന്നൊരു യുവതി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പെരുവന്താനത്ത് മതമ്പൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ ഇന്ന് രാവിലെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പുരുഷോത്തമൻ എന്നയാളാണ്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് ഇദ്ദേഹം. പുരുഷോത്തമൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹമാണ് ഇന്ന് രാവിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവർ ഈ പ്രദേശത്ത് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പുരുഷോത്തമനും മകനും ഈ മതമ്പയിൽ എസ്റ്റേറ്റ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇവർ രാവിലെ ടാപ്പിങ്ങിന് വേണ്ടി ചെന്നപ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. പുരുഷോത്തമനും മകനും കൂടി രാവിലെ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഈ പ്രദേശത്തേക്ക് കാട്ടാന എത്തുകയായിരുന്നു. കാട്ടാന ഇരുവരെയും ഓടിച്ചെങ്കിലും മകൻ രക്ഷപ്പെട്ടു. എന്നാൽ പുരുഷോത്തമനെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു എന്നാണ് കൂടെ ഉണ്ടായിരുന്ന മകൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. തുടർന്ന് മകൻ ബഹളം വെക്കുകയും പ്രദേശവാസികളെല്ലാം ചേർന്ന് പുരുഷോത്തമനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല. ആക്രമണം ഉണ്ടായത് ഉൾപ്രദേശത്തായിരുന്നു. ഇവർ ടാപ്പിങ്ങിന് പോയതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. എവിടേക്കായിരുന്നു? എവിടെ ഈ തനിക്ക് സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന പ്രദേശമായിരുന്നു ഇത്? തീർച്ചയായും ഭവ്യ, ഈ പ്രദേശം കാട്ടാനശല്യം രൂക്ഷമായ ഒരു സ്ഥലമാണ്. ഇതിനു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ മതമ്പ എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് കൊമ്പുകുത്തി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ സോഫിയ എന്നൊരു സ്ത്രീയെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുരുഷോത്തമനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശം ഒട്ടാകെ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനയുടെ ഒരു ഭീതി ഉണ്ടെന്ന സ്ഥലം പീരുമേട് MLA ഉൾപ്പെടെയുള്ളവർ വകുപ്പ് അധികാരികൾക്ക് പരാതി നൽകിയത്. എന്നാൽ യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാളുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ കാട്ടാനയുടെ ആക്രമണവും ഭീഷണിയും എല്ലാം തന്നെ ഉണ്ടെങ്കിലും വ്യാപകമായി ജനങ്ങൾ പരാതി കൊടുത്തിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പ്രദേശവാസികളടക്കം ഈ കാട്ടാനയുടെ ഒരു ആക്രമണത്തിൽ തന്നെ ഭീതിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രദേശത്ത് മിക്കപ്പോഴും ഈ ആനകൾ പലയിടത്തും കൃഷി ഉൾപ്പെടെ നാശം വിതയ്ക്കുന്നതായുള്ള സംഭവം തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഈ പുരുഷോത്തമനെ കാട്ടാൻ ആക്രമിച്ച പ്രദേശം ജനവാസ മേഖലയാണോ? അവിടെ ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപുണ്ടായിരുന്നു? തീർച്ചയായും ഇത് ജനവാസ മേഖല തന്നെയാണ്. എന്നാലും വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി മേഖലയാണ് ഈ പ്രദേശം. ഇവിടെ അടുത്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ, കുളിക്കാൻ പോയ ഒരു സ്ത്രീയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അല്പം ഉള്ളിലേക്ക് കയറിയുള്ള ഒരു ഭാഗമാണെങ്കിലും ജനങ്ങൾ ഒട്ടേറെ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മതമ്പ എന്ന് പറയുന്ന ഒരു മേഖല. ഇവിടെ ടാപ്പിങ്ങിന് വേണ്ടി എത്തിയതാണ് ഈ പുരുഷോത്തമൻ. ഇദ്ദേഹത്തെയാണ് ഇന്ന് രാവിലെ കാട്ടാന ആക്രമണത്തിൽ ഇദ്ദേഹം കൊലപ്പെട്ടിരിക്കുന്നത്. മകനെയും കാട്ടാന
കാട്ടാന ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിൽ മകൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. തുടർന്ന് ഈ പുരുഷോത്തമനെ കൊലപ്പെടുത്തിയ ശേഷം നാട്ടുകാർ ഓടിക്കൂടി ബഹളം വെച്ചതിനെ തുടർന്ന് ആന കാട്ടിലേക്ക് കയറിപ്പോയതായും പറയപ്പെടുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ പുരുഷോത്തമന്റെ മൃതദേഹം മുണ്ടക്കയത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും ഈ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക. എന്തായാലും പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഭവ്യ, തീർച്ചയായും വന്യമൃഗ ആക്രമണത്തിൽ വലയുകയാണ് സംസ്ഥാനം. ഇടുക്കി പോലുള്ള മൂന്നാർ പോലുള്ള പ്രദേശങ്ങളൊക്കെ ജില്ലകളൊക്കെ വലിയ തരത്തിൽ ഇത്തരത്തിൽ ഭീതിയിലാണ്, വന്യമൃഗ ആക്രമണ ഭീതിയിലാണ്. സാഗർ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാഗർ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണയൊക്കെ വലിയ പ്രതിഷേധം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇടുക്കിയിൽ വീണ്ടും ഒരു കാട്ടാനാക്രമണത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രമാത്രം അതിദാരുണമായൊരു സംഭവമായി പോയി. പെരുവന്താനം സ്വദേശി ടാപ്പിംഗ് തൊഴിലാളിയായ കാഞ്ഞിരപ്പള്ളി സ്വദേശി പുരുഷോത്തമനെയാണ് മരിച്ച നിലയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകനും ഒപ്പമുണ്ടായിരുന്നു. മകൻ ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ജോലിക്കായി പോയ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമിച്ചത്. സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പഴുതാരയെ കണ്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിനികൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. ഹോസ്റ്റൽ മുറികൾ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാറായ അവസ്ഥയിലാണെന്നും പരാതിയുണ്ട്. കുട്ടികളുടെ പരാതിയിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന പ്രിൻസിപ്പലിന്റെ ഉറപ്പിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ സീലിംഗ്, തകർന്നു വീഴാറായ ഹോസ്റ്റൽ മുറികൾ, ഭക്ഷണത്തിൽ പഴുതാരയെ കൂടി കിട്ടിയതോടെയാണ് സഹികെട്ടുള്ള പ്രതിഷേധം. നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫുഡിന് ഒരു പഴുതാരേനെ കിട്ടി. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന പോലെ വാർഡനെയും പ്രിൻസിപ്പിനെയും എല്ലാം നമ്മൾ മാക്സിമം കയറി ഇറങ്ങി കണ്ടു. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് അതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്തു. ഇതുവരെ ഹെൽത്ത് ഇൻസ്പെക്ഷൻ പോയിട്ട് അവിടെ ആരും ചെക്കിങ്ങിന് വന്നിട്ടില്ല. വിദ്യാർത്ഥികളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്നിട്ട് അധികാരികൾ ഞങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്തു തരുന്നില്ല. പരാതി പറഞ്ഞു മടുത്തു, എല്ലാം ശരിയാക്കുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മളോട് വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങി പോകുമെന്നാണ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അധികാരികളുടെ മറുപടി. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആദ്യം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പൽ. അപ്പൊ പ്രിൻസിപ്പലിന്റെ റെസ്പോൺസ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്ലാസ് ബഹിഷ്കരിച്ച് സമരത്തിനിറങ്ങിയതോടെ ഉടൻ പരിഹാരമെന്ന് പുതിയ വാഗ്ദാനം. കോളേജിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിൽ നടപടി ഉണ്ടാകും. അന്വേഷണം 3 അംഗ സമിതിയുടെ റിപ്പോർട്ട് കിട്ടുമ്പോൾ അത് കാര്യങ്ങൾ ചെയ്യും. പിന്നെ കൂടുതലായിട്ട് ഈ സെപ്റ്റിക് ടാങ്കിന്റെ ഇഷ്യൂവിൽ ഒരു ശാശ്വതമായ പരിഹാരം ആവശ്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സംഭവത്തിൽ സ്ഥലം MLAയും ഇടപെട്ടിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിക്കാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. പാറശാലയിൽ ക്ലാസ് നടക്കുന്നതിനിടെ CSI ലോ കോളേജിലെ സീലിംഗ് തകർന്നു വീണു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. 1ാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ് നടക്കുമ്പോഴായിരുന്നു അപകടം. 50ഓളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ചൂട് നിയന്ത്രിക്കുന്നതിലേക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്ന ഫൈബറിൽ തീർത്ത സീലിംഗ് ആയിരുന്നു നിലംപൊത്തിയത്. ഒരു വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിന് കേടുപാട് സംഭവിച്ചു. അതേസമയം സീലിംഗ് അപകടത്തിലാണെന്നും ചോർച്ചയുണ്ടെന്നും കോളേജ് അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. മാനേജ്മെന്റിന്റെ അലംഭാവമാണ് അപകട കാരണമെന്നും ആരോപണം. നമ്മൾ രാവിലെ ക്ലാസ് നടക്കുകയായിരുന്നു, 2ാമത്തെ പീരീഡാണ്. അപ്പോൾ ക്ലാസ് നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ സീലിംഗ് പൊട്ടി വീഴുന്നത്. അപ്പം ഫ്രണ്ടിൽ ഇരുന്ന 2-3 പെൺകുട്ടികളുടെ ദേഹത്തൊക്കെ വീഴുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ഇവിടെ ഓഫീസിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഡയറക്ടർ പ്രിൻസിപ്പാൾ എല്ലാവരും കൂടെ നിന്ന് നടപടി എടുക്കും എന്നാണ് പറഞ്ഞത്. അതിനൊരു ഉറപ്പില്ല, എന്നാലും നടപടി എടുക്കും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പ്രതിഷേധത്തിലാണ് പ്രതിഷേധം. ഇന്നും വൈകിട്ട് നമ്മൾ ഇതുപോലെ ഇത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത രീതിയിലോട്ട് കടക്കും. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ഫോറൻസിക് പരിശോധനയിൽ മരണം ആത്മഹത്യയെന്ന് കണ്ടെത്തി. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം നിയമപരമായി മുന്നോട്ട് പോവാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. മകൾ സ്വയം ജീവനൊടുക്കില്ലെന്ന് പിതാവ് രാജശേഖരൻ പിള്ള പറഞ്ഞു.
മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭർത്താവ് സതീഷിന്റെ പീഡനമാണ് മകളുടെ മരണത്തിന് കാരണം. മകളുടെ മരണത്തിൽ നീതി ലഭിക്കാനായി നിയമപോരാട്ടം തുടരുമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. അവൻ അതൊരു കൊലപാതകയാണ്. ഇതൊരു കൊല അവൻ നടത്തിയതാണ്. അത് കുറച്ച് പ്രൊസീജർ പോലെ അവനത് ചെയ്തതാണ്. റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എൻ്റെ കുഞ്ഞിനുണ്ടായ പീഡനങ്ങളെല്ലാം ഈ നിയമത്തിന്റെ മുമ്പിൽ വെളിപ്പെടണം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിച്ചു. കഴിഞ്ഞ 19-ന് പുലർച്ചെയാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് അതുല്യ ജീവനൊടുക്കിയതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം നിയമപരമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊട്ടാരക്കര. കണ്ണൂർ പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം. തലശ്ശേരി തൊട്ടിൽപ്പാലം പാതയിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. പാസില്ലാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്ന് തള്ളിയിട്ടെന്ന് ആരോപിച്ചായിരുന്നു ഭർത്താവ് അടക്കമുള്ള ബന്ധുക്കളുടെ ആക്രമണം. ഫോണടക്കം പൊട്ടിപ്പോയി. മോനെ നമ്മളെ കുറെ പൈസ വെച്ചെങ്കിലും വിദ്യാർത്ഥികളെ ഒരുത്തന്റെ ഔദാര്യമല്ല. പൈസ തരുന്നില്ലെങ്കിൽ പൈസ തരുന്നില്ല. പാസ് കൊടുക്കുന്ന പാസ് നിങ്ങൾ ഇറക്കിയോ? നിർത്തിക്കോ, മനസ്സിലായിക്കോ. എന്നാൽ പാസില്ലാത്തതിനാൽ വിദ്യാർത്ഥിനിയിൽ നിന്ന് ഫുൾ പാസ് ഈടാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് കണ്ടക്ടർ പറയുന്നത്. നിന്റെ മുതലാളി പാസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിനോന്ന് ചോദിച്ചിട്ടാണ് ആക്രമിക്കുണ്ടായത്. പിന്നെ അവരുടെ എന്താ പറയുക, അവരുടെ ഭാര്യയെ തള്ളിവിട്ടെന്നോ ഫോണ് തട്ടിത്തെറിപ്പിച്ചെന്നോ അതെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു എന്നെ ആക്രമിക്കുകയുണ്ടായി. അങ്ങനെ ഒരു കാരണങ്ങളും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ ബസ്സിൽ വീഡിയോ ക്യാമറ ഉള്ളതാണ്. ആ ക്യാമറ ഫുള്ള് ചെക്ക് ചെയ്തു. അങ്ങനത്തെ ഒരു സംഭവം ക്യാമറയിലില്ല. ബസിന്റെ സർവീസ് നടക്കുമ്പോഴായിരുന്നു ഈ ആക്രമണം. മർദ്ദനം കണ്ട് ബസ്സിലെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഭയന്ന് നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബസ്സിലെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ യാത്ര ചെയ്ത യുവതിക്കാണ് ദുരനുഭവം നേരിട്ടത്. പ്രതിയെ കണ്ടെത്താൻ കൊല്ലം സിറ്റി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങിയ വ്യക്തി മറ്റൊരു ബസ്സിൽ കയറി പോവുകയായിരുന്നു. ബസ് സർവീസ് വിവരങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം തുടരുകയാണ്. സംഭവത്തിൽ യുവതി ഉടൻ പോലീസിൽ പരാതി നൽകും. ഞാൻ കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുമായിരുന്നു. ഒരു മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു. അത് മേവറം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു സംശയം തോന്നി. അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യായിരുന്നു. അങ്ങനെ കണ്ടക്ടറോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബസ് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ വിഷ്വൽസ് ഒന്ന് നോക്കിയപ്പോഴാണിത് ശരിക്കും ഞാൻ കാണുന്നത്. അങ്ങനെ അത് ഇന്ന് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോവാണ്. കൊല്ലം ഈസ്റ്റിൽ കൊടുക്കാൻ പോവാണ്. പുള്ളി കൊല്ലത്ത് തന്നെയായിരുന്നു ഇറങ്ങിയത്. ജവഹർ നഗറിലെ ആഡംബര വീട് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനും തിരുവനന്തപുരം DCC അംഗവുമായ അനന്തപുരി മണികണ്ഠൻ അറസ്റ്റിൽ. പുലർച്ചെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്ന് മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി വനിതയുടെ തിരുവനന്തപുരത്തെ ഭൂമി മണികണ്ഠനും കൂട്ടാളികളും ചേർന്ന് വ്യാജ പ്രമാണമുണ്ടാക്കി വിൽപ്പന നടത്തിയെന്നാണ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.
തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിനിയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഡോറ അസറിയ ക്രിപ്സിന്റെ 14 സെന്റ് ഭൂമിയും വീടും വ്യാജ പ്രമാണമുണ്ടാക്കി തട്ടിയെടുത്ത കേസിലാണ് അനന്തപുരി മണികണ്ഠന്റെ അറസ്റ്റ്. വ്യാജരേഖകൾ നിർമ്മിച്ച് തട്ടിയെടുത്ത വസതി പിന്നീട് മണികണ്ഠനും കൂട്ടാളികളും ചേർന്ന് 1.5 കോടി രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയ കൊല്ലം സ്വദേശിനി മെറിൻ ജേക്കബ്, വസന്ത, ചന്ദ്രസേനൻ, മഹേഷ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നാണ് തട്ടിപ്പിന് പിന്നിൽ അനന്തപുരി മണികണ്ഠനാണെന്ന വിവരം പോലീസിന് ലഭിച്ചത്. വ്യാജ പ്രമാണമുണ്ടാക്കി ഭൂമി വിൽപ്പന നടത്തിയത് മണികണ്ഠനാണെന്ന് മ്യൂസിയം പോലീസ് സ്ഥിരീകരിച്ചതോടെ മണികണ്ഠൻ മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തി. ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് അറസ്റ്റ്. പുലർച്ചെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്നാണ് മണികണ്ഠനെ മ്യൂസിയം പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം DCC അംഗവും കോൺഗ്രസിന്റെ ആധാരമെഴുത്ത് സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയുമായ അനന്തപുരി മണികണ്ഠനെ പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വ്യാജരേഖ ഉണ്ടാക്കിയതിനു പുറമെ ഭൂമി രജിസ്ട്രേഷന് അനന്തപുരി മണികണ്ഠന് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മണികണ്ഠനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ചുരുളഴിയുമെന്ന വിലയിരുത്തലിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ PT5 കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ. പാലക്കാട് കഞ്ചിക്കോട് പയറുകാട് മേഖലയിലാണ് ആന എത്തിയത്. ജനവാസ മേഖലയിൽ തമ്പടിച്ച ആന തെങ്ങ് ഉൾപ്പെടെ നശിപ്പിച്ചു. പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് ആരംഭിക്കാനിരിക്കെയാണ് കാട്ടാന ജനവാസ മേഖലയിലെത്തിയത്. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മിനി പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. മുക്കത്തിനടുത്ത് നോർത്ത് കാരശ്ശേരിയിലെ മാടാമ്പുറം വളവിലാണ് അപകടം നടന്നത്. വാനിലുണ്ടായിരുന്ന 2 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് കാരണമെന്നും ആരോപിച്ച് സംസ്ഥാന പാത നാട്ടുകാർ നേരത്തെ ഉപരോധിച്ചിരുന്നു. സംസ്ഥാനത്ത് വൈദ്യുതാഘാതമേറ്റുള്ള മരണങ്ങൾ തുടർക്കഥയാകുമ്പോഴും വകുപ്പുകളുടെ അനാസ്ഥയിൽ മാറ്റമില്ല. തലസ്ഥാനത്ത് വഞ്ചിയൂരിന് സമീപം ഒരു പ്രദേശത്തെ ആകെ ഭീതിയിലാക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ നിസ്സംഗതയാണ്. കമ്മട്ടം റോഡിൽ വൈദ്യുതി ലൈനിലേക്ക് ഏതു നിമിഷവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ജില്ലാ TB സെന്റർ വളപ്പിലെ കൂറ്റൻ മരങ്ങൾ. അത് ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു. കണ്ടപ്പോൾ അല്ലാതെ ഭയം തോന്നി കാറ്റടിക്കുമ്പോൾ. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ഭീതിയാണ് ഈ വാക്കുകളിൽ. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന ശക്തമായ കാറ്റിൽ ഏതു നിമിഷവും ഈ മരങ്ങൾ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീഴാം. നഗരത്തിലെ പ്രധാന സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ തിരക്കൊഴിവാക്കി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വഴി കൂടിയാണിത്. ഈ അസോസിയേഷനിൽ ഏകദേശം 300 വീടുകളുണ്ട്. ഈ 300 വീട്ടിലുള്ളവരും മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഈ കമ്മട്ട ലൈൻ എന്ന് പറഞ്ഞ റോഡാണ്. ഈ റോഡ് അതുമാത്രമല്ല, താഴെ ഹോളി ഏഞ്ചൽ സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളും പോകുന്നതും ഈ റോഡിൽ കൂടെയാണ്. അവിടെയാണ് ഈ ലൈൻ കമ്പി ഇങ്ങനെ നിൽക്കുന്നതും ഈ മരങ്ങൾ മുറിക്കാതെ നിർത്തിയിരിക്കുന്നതും. ജില്ലാ TB സെന്റർ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിലെ മരങ്ങളാണ് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം DMOയ്ക്ക് നിവേദനം നൽകി. പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നായിരുന്നു മറുപടി. നമ്മൾ പല പ്രാവശ്യം DMOയെ കണ്ട് നിവേദനങ്ങൾ കൊടുത്തു. മരങ്ങൾ വെട്ടാനുള്ള നടപടി എടുക്കാമെന്ന് പറയുന്നല്ലാതെ പേരിന് വന്ന ഒരു 2 മാസം മുമ്പ് ഒരു മരത്തിൻ്റെ ചില്ല മാത്രം വെട്ടി ആ റോഡിൽ ഇട്ടിട്ടുണ്ട്. അത് ഇതുവരെ മാറ്റുക പോലും ചെയ്തിട്ടില്ല. പിന്നീട് പല പ്രാവശ്യം അവരെ അപ്രോച്ച് ചെയ്തെങ്കിലും ഇപ്പം വെട്ടാം എന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഒരു തീരുമാനമുണ്ടായി. ആരുടെ ഉത്തരവാദിത്തമെന്ന് വകുപ്പുകൾ തർക്കിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ അപകടങ്ങൾ ഉണ്ടാകും വരെ ഈ തർക്കം തുടരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിച്ചൊരു പുതിയ വാർത്തയിലേക്ക്. അനിശ്ചിതകാല ബസ് സമരവുമായി മുന്നോട്ട് പോകാൻ ബസ് ഉടമകളും വിദ്യാർത്ഥി സംഘടനകളുമായി ഗതാഗത സെക്രട്ടറി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് പ്രഖ്യാപനം. യാത്രാ നിരക്ക് വർധനവ് വിദ്യാർത്ഥി സംഘടനകൾ എതിർത്തു. വെള്ളിയാഴ്ച തൃശൂരിൽ ചേരുന്ന സംയുക്ത സമരസമിതിയിൽ തീയതി തീരുമാനിക്കുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത്. നിർഭാഗ്യവശാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ അനുകൂലമായ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ കാര്യം ചർച്ച ചെയ്യാനേ കഴിയില്ല എന്നും രവിരാമൻ കമ്മീഷൻ കൊടുത്ത 2 രൂപ എന്നുള്ള വിഷയം ഞങ്ങൾ അവരോട് സംസാരിക്കട്ടെ എന്നും മാത്രമാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അസന്നിഗ്ധമായിട്ട് ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഞങ്ങള്
വർഷങ്ങളായി 2011 മുതൽ ആവശ്യപ്പെടുന്ന ഈ ₹1 വർധനവ് 2011 മുതൽ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ കൊടുത്ത മുഴുവൻ റിപ്പോർട്ടുകളിലും പറഞ്ഞതനുസരിച്ച് നിലവിലുള്ള നിരക്കിന്റെ 50% വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ വ്യവസായം നിലനിൽക്കുകയുള്ളൂ എന്നും ഈ 32,000-ൽ നിന്നും 8,000-ൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ ഒരു വർധനവും ഇല്ലാത്ത സാഹചര്യത്തിലാണെന്നും ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ കണ്ടെത്തിയ കാര്യം അനുസരിച്ച് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ കഴിഞ്ഞ ബസ് ചാർജ് വർധനവ് സമയത്ത് സർക്കാരിന് കൊടുത്ത മിനിമം ചാർജ് ₹5 എന്നതും അതുപോലെ തന്നെ സാധാരണ യാത്രാ നിരക്ക് 50% ആക്കണമെന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായി. ജസ്റ്റിസ് രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു വർധനവും തയ്യാറല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ മുമ്പിൽ ഞങ്ങൾ നോട്ടീസ് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ അനിശ്ചിതകാല സമരത്തേക്ക് അടുത്ത മാസം ഞങ്ങൾ നാളെയോ മറ്റന്നാളോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് യോജിച്ച് ചേർന്ന് തീരുമാനം നിശ്ചയിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമര പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വളരെ വലുതാക്കി ₹5 നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. SFIക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് അനൌദ്യോഗികമായി പല രൂപത്തിലാണ് ബസ് ഓണേഴ്സ് പല രൂപത്തിലുള്ള പല എമൗണ്ടുകളാണ് വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകീകരിച്ചിട്ടുള്ള തുകയല്ല, ₹1 ഇന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. SFI അതിന് എല്ലാവിധ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഈ ബസ് ഓണേഴ്സും പ്രൈവറ്റ് ബസ് മുതലാളിമാരും ജീവനക്കാരും ഒക്കെ വിദ്യാർത്ഥികളെ ഒരു രണ്ടാം നില യാത്രക്കാരായി കണ്ട് ഈ പറഞ്ഞ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പോലും ബസ് ഉടമകൾ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ചർച്ചയ്ക്കുള്ള തലം പോലും അവിടെ ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള തീരുമാനപ്രകാരം ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. സാരംഗ് സുധാകരൻ ചേരും വിവരങ്ങളുമായി. സാരംഗ്, ഗതാഗത സെക്രട്ടറി നടത്തിയ ചർച്ച പാളിയെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയായിരുന്നു ചർച്ചയിൽ ഉയർന്നു വന്ന ആവശ്യങ്ങൾ? എവിടെയാണ് ചർച്ച പരാജയപ്പെട്ടത്? ബസ് ഉടമകളുടെ തീരുമാനം? തീർച്ചയായും ഭവ്യ, ഈ അടുത്ത് സൂചനാ പണിമുടക്കുമായി ബസ് ഉടമകൾ മുന്നോട്ട് വന്നിരുന്നു. അതിനുശേഷം ഒരു അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതോടനുബന്ധിച്ച് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഗതാഗത സെക്രട്ടറിയും ഒപ്പം വിദ്യാർത്ഥി സംഘടനകളും ബസ് ഉടമകളുടെ സംഘടനകളുമായി ഈ ഗതാഗത സെക്രട്ടറി ചർച്ച നടത്തിയത്. സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്ന തരത്തിലാണ് ഇന്ന് അദ്ദേഹം ചർച്ച നടത്തിയത്. അതിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വിധേയമാക്കിയത് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട, അതായത് ₹1 നിന്നും ₹5 ആക്കുക എന്നൊരു ബസ് ഉടമകളുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നത്. പക്ഷേ അത് ചർച്ച അലസിപ്പിരിക്കുകയായിരുന്നു. കാരണം ബസ് ഉടമകൾ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ₹1 പോലും പിന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോൾ SFI, AISF, ഒപ്പം KSU, MSF തുടങ്ങിയ എല്ലാവിധ വിദ്യാർത്ഥി സംഘടനകളും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാം ഈ ഒരു സാഹചര്യത്തെ എതിർക്കുകയാണ്. അതായത് നിലവിൽ ₹1 നിയമമെങ്കിലും പക്ഷേ ₹5 മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നിരക്കായി വാങ്ങുന്നത് എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടാം കിട യാത്രക്കാരായാണ് ഈ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത്. ഇരിക്കാൻ സൗകര്യം കൊടുക്കുന്നില്ല. അവസാനമായി മാത്രമാണ് വിദ്യാർത്ഥികളെ ബസ്സുകൾ കയറ്റുന്നത്. ഇത്തരം സാഹചര്യം നിലനിർത്തുമ്പോൾ ബസ് ടിക്കറ്റ് ഉയർത്തുന്നത് മാത്രം പോരാ, മറ്റുള്ള പല കാര്യങ്ങളിലും പരിഹാരം വേണം. ഇത്തരത്തിൽ ഈ ഒരു ₹1 മാത്രം വാങ്ങി ഈ കുട്ടികളെ നല്ല രീതിയിൽ കുട്ടികളോട് പെരുമാറി ഒരു 2 മാസം നല്ല നടപ്പ് രീതിയിൽ മുന്നോട്ട് പോയി അതിനുശേഷം വേണമെങ്കിൽ ഇത്തരത്തിൽ ഒരു നിരക്ക് വർധനവ് പരിഗണിക്കാമെന്ന തരത്തിലുള്ള ഒരു വിചിത്രമായ ഒരു വാദവും മുന്നോട്ട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചു എന്നാണ് ഇത്തരത്തിൽ ബസ് ഉടമകൾ നമ്മോട് പങ്കുവച്ചത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. വീണ്ടും ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ബസ് ഉടമകൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത മാസം എന്തായാലും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച ഇത്തരത്തിലൊരു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരും തൃശ്ശൂരിൽ വെച്ച്. അതിനുശേഷമായിരിക്കും തീയതി തീരുമാനിക്കുക. ഇതിനു മുൻപ് ഒരു തീരുമാനമായില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. മാത്രമല്ല 80,000-ഓളം ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 30,000-ഓളം ബസ്സുകളുള്ള സ്ഥാനത്ത് ഇപ്പോൾ 8,000 ബസ്സുകൾ മാത്രമാണ് സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ നിരത്തിൽ ഓടുന്നത്. ഇതിന് പ്രധാനമായും ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന കാരണം ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർഷങ്ങളായി ഉയർത്തിയിട്ടില്ല എന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഉയർത്തിയാൽ മാത്രമേ ഈ ഒരു വ്യവസായമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാത്തപക്ഷം ഇത് ഭൂരിഭാഗം പേരും നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നാണ് ബസ് ഉടമകൾ ഉന്നയിക്കുന്നത്. ഭവ്യ, അനിശ്ചിതകാല ബസ് സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ബസ് ഉടമകൾ എത്തിയിരിക്കുന്നു. ബസ് ഉടമകളും ഗതാഗത സെക്രട്ടറിയുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതോടുകൂടിയാണ് പുതിയ പ്രഖ്യാപനവുമായി ബസ് ഉടമകൾ ഇപ്പോൾ രംഗത്തെത്തിയത്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയിൽ സിമന്റ് പാളി അടർന്നു വീണതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന ആരോപണം. സ്കൂളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് പരാതി.
കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയിലെ സിമന്റ് പാളി അടർന്നു വീണത്. 35 ലക്ഷം രൂപ ചെലവഴിച്ച് വിവിധ ഘട്ടങ്ങളിലായി അറ്റകുറ്റപ്പണി നടത്തിയ കെട്ടിടത്തിലാണ് കോൺക്രീറ്റ് പാളികൾ നിലം പതിച്ചത്. കെട്ടിടം ചോരുന്നുമുണ്ട്. സ്കൂൾ അധികൃതരുടെ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് ആക്ഷേപം. നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് ചുമതല. മേൽക്കൂര തകർന്ന് അപകടനിലയിലായ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. കെട്ടിടം പായൽ പിടിച്ചും വിണ്ടുകീറിയും അപകടകരമായ അവസ്ഥയിലാണ്. സ്റ്റാഫ് റൂമിലും സ്ഥിതി മറിച്ചല്ല. ശുചിമുറികളുടെ സ്ഥിതിയും അതീവ ദയനീയം. കെട്ടിടത്തിന്റെ ക്ഷമത കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം ഉടൻ പരിശോധിക്കും. ബലക്ഷയം സ്ഥിരീകരിച്ചാൽ ക്ലാസുകൾ നടത്തുന്നതിന് സമാന്തര സംവിധാനം ഒരുക്കേണ്ടിവരും. ന്യൂസ് 18 കായംകുളം. സ്വർണ്ണവെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 950, പവൻ 73,200. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 7,543, പവൻ 60,360. വെള്ളി ഗ്രാമിന് 125, കിലോഗ്രാമിന് 1,25,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്. നമസ്കാരം.